ജനാബ് VPK അബ്ദുള്ള സാഹിബ്, സ്വാഗതം ആശംസിച്ച ഉസ്മാൻ കരപ്പാത്ത് സാഹിബ്, ഇന്നത്തെ നമ്മുടെ ഹീറോ ആയ ജലീൽ സാഹിബ് രാമന്തളി, അതുപോലെ ഇന്നത്തെ പുസ്തകം പരിചയപ്പെടുത്തിയ ജമാൽ സാഹിബ് കടന്നപ്പള്ളി, സ്റ്റേജിലും സദസ്സിലുമായി ഇരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾ, ബഹുമാന്യനായ ജലീൽ സാഹിബിനെ വളരെ ചെറുപ്പം മുതൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ചന്ദ്രികയിലൂടെയും ഇതര പ്രസിദ്ധീകരണങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ച് വളരെ നന്നായി ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ MC അബ്ദുള്ള സാഹിബാണ്. അദ്ദേഹം സദസ്സിലുണ്ട്, നല്ല ഒരു എഴുത്തുകാരനും സാഹിത്യ ആസ്വാദകനും ജലീൽ സാഹിബിൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹമാണ് എന്നെ വ്യക്തിപരമായി ജലീൽ സാഹിബിനെ പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷം വളരെ സുശക്തമായ ഒരു സാഹിത്യബന്ധം, അതോടൊപ്പം വ്യക്തിബന്ധം, ഇതൊക്കെ രൂപപ്പെട്ടു വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇബ്രാഹിം ബേബിജയുമായി വളരെ അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഉബൈദിനെ കുറിച്ചുള്ള പുസ്തകം ഞങ്ങൾ ഗൾഫിൽ വെച്ച് വീണ്ടും പ്രസിദ്ധീകരിച്ചു. അങ്ങനെയൊക്കെ ഞാൻ ദീർഘകാല പ്രവാസിയായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധത്തിന് എന്തോ ഒരു ശൂന്യത ഇബ്രാഹിം ബേബിജയുടെ ശേഷം വന്നപ്പോൾ പകരമായി എനിക്ക് ആ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ സാഹിത്യ രംഗത്തും ഇബ്രാഹിം ബേബിജയുടെ മറ്റൊരു തരത്തിൽ, മറ്റൊരു ശൈലിയിൽ ഇദ്ദേഹവും അനേകം രചനകളോടെ, അതുപോലെ കോളമിസ്റ്റ് എന്നുള്ള നിലയിലൊക്കെ വിജയിച്ച അതേ രൂപത്തിൽ തുടർന്നു പോരുന്ന പഴയ തലമുറയിലെ എഴുത്തുകാരനാണ് ജലീൽ സാഹിബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശൂന്യത നികത്താനും എനിക്ക് അതിലൂടെ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിരാത്തുള്ളികളുടെ പുരാവൃത്തം എന്ന പുസ്തകത്തെ നിരൂപണം ചെയ്തുകൊണ്ട് ഞാൻ എഴുതിയ ഒരു ലേഖനം അത് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു. അപ്പോൾ അതിന് ഞാൻ സൂചിപ്പിച്ച ഒരു വാക്കുണ്ട്. ജലീൽ രാമന്തളിയുടെ വാക്കുകൾക്ക് നനവും നിഷ്കളങ്കതയുമുണ്ട്. മണ്ണിന്റെ മണവും കടലിന്റെ ഉപ്പും ചേർന്ന നാടൻ പ്രഭാവം. ജലീൽ സാഹിബ് എഴുതുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആകാംക്ഷാഭരിതമായി പുസ്തകം താഴെ വെക്കാതെ വായിക്കാനുള്ള ഒരു ത്വര, അത് ഏതൊരു രചനയിലും നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് സാഹിബിന്റെ പുസ്തകമടക്കം ഇത് കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു എഴുത്തിന്റെ രചനാ രീതിയാണ് ഒരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ വിജയം. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, ഈ പ്രവാസ തുടിപ്പുകൾ എന്ന ഈ പുസ്തകം നമ്മെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ നല്ല പ്രവാസ കഥനമാണ്. അതിൻ്റെ വിജയാശംസകളും നേരുന്നുണ്ട്. ഡയാസ്പോറ സാഹിത്യം എന്നാണ് അക്കാദമിക തലത്തിൽ ഇപ്പോൾ പ്രവാസി സാഹിത്യത്തെ അക്കാദമിക് സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ പ്രവാസി സാഹിത്യത്തെ, ഡയാസ്പോറ സാഹിത്യത്തിന് ഇത് തീർച്ചയായും ഒരു മുതൽക്കൂട്ടാവണം എന്ന് കൂടി ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ ഒരു കവിത ഞാൻ രചിച്ചിട്ട് കൂടി പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ കവിത സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കവിതയുടെ ടൈറ്റിൽ മാനവിക മൂല്യങ്ങളുടെ അക്ഷരസാക്ഷ്യം. ഏഴിമലതൻ തണലിലുറങ്ങും ഗ്രാമവിശ്വസ്തിതൻ സൗരഭ്യം. രാമന്തളിയിൽ പൂത്തുലയുന്നൊരു സ്നേഹമരത്തിൻ ലാവണ്യം. സത്യകാഹളം മുഴക്കും തൂലികയായി മാധ്യമ രംഗത്തെ വൈഭവം. നമ്മുടെ ജലീൽ രാമന്തളി സാഹിത്യ കേരളത്തിന് അഭിമാനം. മാനവികത തൻ മൂല്യം പകരും ഉന്നത ബോധന മുദ്രകൾ. 48 വസന്തം നീണ്ട സാഹിത്യ സബര്യകൾ. ദാർശനികതയുടെ ഭാവം വിരിയും ഗഹനമാം ഗ്രന്ഥങ്ങൾ. നവോന്മേഷത്തിൻ തിളക്കം ചാർത്തും ധന്യമീ നിത്യചര്യകൾ. ഷെയ്ഖ് സാഹിബ് സ്മൃതിയിലടിക്കുന്ന ചരിത്രത്തിന്റെ മറ്റൊലികൾ. മണലാരണ്യത്തിൽ മനമുരുകി എഴുതിയ സുവർണ മുദ്രകൾ.
പ്രവാസ നൊമ്പരത്തിൽ ഊഷരത കോർത്തുള്ള പുസ്തകമാലകൾ, അറബിപ്പൊന്നിൻ തിളക്കത്തിനിടയിലെ കണ്ണൂർ പൂക്കൾ, മായാത്ത കനകസ്മൃതികൾ വിരിയിച്ച സ്മരണപ്പൂക്കൾ, മണൽക്കാറ്റിനണയാതെ തെളിയുന്ന സ്വപ്നദീപങ്ങൾ, കാലത്തിൻ പാലമായി തീർന്ന വിജ്ഞാന രശ്മികൾ, ഭാരതീയ പ്രവാസ സാഹിത്യത്തിനിതാ അമൂല്യമാം അനുബന്ധം. പലമത സൗഹൃദ പൊലിമയിൽ വാഴും ഗ്രാമകഥകൾ പാടി മാനവികതയുടെ മഹിമയുണർത്തും അക്ഷരദീപം ചൂടി, തൂലിക തുമ്പിൽ നിന്നും അനേകം അനേകം കൃതികൾ ഇനിയും ജനിക്കട്ടെ. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളാൽ ചിരകാലം വാഴട്ടെ. മാനവ നന്മക്കായി സ്നേഹവാഹകൻ അക്ഷരം പടർത്തട്ടെ. അംഗീകാരത്തിൻ പൊൻപ്രഭയെന്നും അങ്ങയെ തേടട്ടെ. സ്നേഹഗീതത്തിൻ ഈണത്തിൽ ബാവുകൾ ഞങ്ങൾ നേരട്ടെ. സാഹിത്യ വാനിൽ ജ്വലിക്കും ദ്വാരമായി താങ്കൾ ഉയരട്ടെ. എല്ലാവർക്കും നന്ദി.